നോക്കൂ 152 അല്ലേ? വിച്ച് ലോ ഓഫീസർ ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ ദ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ്? ആരാ? ആരാ മക്കളെ? വിച്ച് ലോ ഓഫീസർ ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ്? പാർലമെന്റിന്റെ ഇരുസഭകളിലും പോയി സംസാരിക്കാൻ, പ്രസംഗിക്കാൻ അധികാരമുള്ള ലോ ഓഫീസറുടെ പേരെന്താണ്? ആരാണ്? ആരാഞ്ജുഷ മോളെ? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന് വേറൊരു പേരിൽ അറിയപ്പെടും. എന്താണ്? എന്താ അഖില മോളെ അറ്റോർണി ജനറലിന്റെ വേറൊരു പേര്? എഴുതി വൈ. ദി ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ. ദി ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ. കേൾക്കാമോ? യെസ്. വോട്ട് ചെയ്യാൻ പറ്റുമോ? അറ്റോർണി ജനറലിന് പാർലമെന്റിലെ ഇരുസഭകളിലും വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? അതല്ലേ ചോദ്യം. തിരിച്ചു ചോദിക്കുക എന്നത്. പറ്റും. എനിക്കറിയില്ല. ആ അഖില മോൾ എന്താ പറയുന്നത്? പറ്റുമോ ഇല്ലയോ? അഖില മോളെ വോട്ടവകാശം എല്ലാവർക്കും ഉള്ളതല്ലേ സാർ? അപ്പൊ പറ്റും. 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 അഖില മോൾ എന്താ പറയുന്നത്? പറ്റും സാർ. പറ്റില്ല സാർ. ഇല്ലേ? എം പിമാർക്ക് മാത്രമേ പാർലമെന്റ് വോട്ട് ചെയ്യാൻ പറ്റൂ. ഇത് എം പി അല്ല, ഇദ്ദേഹം വക്കീല, ലോ ഓഫീസറാണ്. അദ്ദേഹത്തിന് പോയി അവിടെ പ്രസംഗിച്ചിട്ട് പോരാ, വോട്ട് ചെയ്യാൻ വയ്ക്കുക. അപ്പൊ ഈ അറ്റോർണി ജനറൽ ആർക്ക് വോട്ട് ചെയ്യും? അറ്റോർണി ജനറൽ പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. പാർലമെന്റിൽ സംസാരിക്കാം. പാർലമെന്റിലെ രാജ്യസഭയിലും ലോകസഭയിലും സംസാരിക്കാം. പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധാരണ ഇലക്ഷൻ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ ചോദ്യം എന്താണെന്ന്? യെസ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും പോയി പ്രസംഗിക്കാൻ അവകാശമുള്ള ലോ ഓഫീസറിന്റെ പേരെന്താണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന് രാജ്യസഭയിൽ പോയി പ്രസംഗിക്കാം, രാജ്യസഭയിൽ വോട്ടില്ല. ലോകസഭയിൽ പോയി പ്രസംഗിക്കാം, ലോകസഭയിൽ വോട്ടില്ല. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. യെസ് യെസ് യെസ്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്തത്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ? ഇന്ത്യയുടെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ എന്താണ്? വാട്ട് വാസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ? എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അഞ്ജുഷമോള് പോയോ? അഞ്ജുഷമോള് പോയല്ലോ. ആ വന്നു. എന്തുവാ പേര്? വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ? ഇന്ത്യയിലെ ആദ്യത്തെ. എന്ത് പറ്റി? എന്ത് പറ്റി? കട്ട് ചെയ്ത്. ഞാൻ എന്റെ പ്രശ്നമാണെന്ന് ഓർത്താണ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കേറിയത്. കട്ട് ചെയ്താ കേൾക്കുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല. മോളെ അഖില മോളെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അഖില മോളെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആ കേക്കാമോ? പറയുന്നത് കേക്കാമോ? പറയുന്നത് കേക്കാമോ? വ്യക്തമായിട്ട് കേക്കാമോ? പറയുന്നത് വ്യക്തമായി കേക്കാമോ?
കേക്കാമോ? രണ്ടുപേരും പോയോ? പോയി സാർ. ഇല്ല, ഞാനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം മോളെ. ഇത് ഈ ലിങ്ക് ഒഴിവാക്കിയിട്ട് വേറെ ഒരു ന്യൂ ലിങ്ക് ഇടാം. അതേ കയറാം. എന്ത് പറയുന്നു? ശരി. യെസ് യെസ്. Which law officer shall have the right to speak in the both house of parliament? പാർലമെന്റിന് എത്ര ഹൗസ് ഉണ്ട്? 2. ഏതൊക്കെയാ? രാജ്യസഭ ആൻഡ് ലോക്സഭ. പിന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട് പാർലമെന്റിന്. ഏതാ? കേൾക്കാൻ പറ്റില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇത് പറ്റി? എനിക്ക് കേൾക്കാം സാർ. മുഖം പറ്റി മോളെ? പോയില്ലല്ലോ. പോയി. രണ്ടുപേരും പോയോ? ഇല്ലല്ലോ. ഇല്ല, ഞാനുണ്ട്. അഞ്ചുഷമോളുണ്ട്. എന്ത് പറ്റി? വന്നു. ഹലോ, കേക്കാമോ? ഇപ്പൊ കേൾക്കാം. നേരത്തെ കേൾക്കാനില്ലായിരുന്നു. ശരി ശരി, ഓക്കെ. Which law officer shall have the right to speak in both houses of parliament? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ്? രാജ്യസഭ, ലോകസഭ ആൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. യെസ്. പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ മൂന്നും കൂടെ ചേർന്നതിനെയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ രണ്ട് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും പ്രസംഗിക്കാൻ അവകാശമുള്ള ലോ ഓഫീസറിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് അദ്ദേഹം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ അറ്റോർണി ജനറലിന്റെ പേരെന്താണ്? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ വേണുഗോപാലോ? കെ വേണുഗോപാൽ. മലയാളിയായ കെ വേണുഗോപാൽ. അദ്ദേഹത്തിന് രാജ്യസഭയിൽ പോയി പ്രസംഗിക്കാം, വോട്ട് ചെയ്യാൻ പറ്റില്ല. രാജ്യസഭയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ലോകസഭയിൽ പോയി പ്രസംഗിക്കാം, ലോകസഭയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അടുത്തത്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ? ഇന്ത്യയിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭയുടെ പേര് എന്താണ് എന്നല്ല ചോദ്യം, എന്തായിരുന്നു എന്നാണ് ചോദ്യം. കാരണം ഇപ്പം അതില്ല, അതുകൊണ്ടാണ് വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ. അദ്ദേഹത്തിന് അതിൻ്റെ പേരെന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലേ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത്, when did India become fully sovereign democratic republic? എന്നാണ് ഇന്ത്യ പൂർണ്ണമായും ഒരു സോവറിൻ റിപ്പബ്ലിക്കായി മാറിയത്? എന്നാണ്? 26 ജാനുവരി 1950. 1950 26 ജാനുവരിയിലാണ് ഇന്ത്യ ഫുള്ളായി എന്തായത്? ഒരു സോവറിൻ റിപ്പബ്ലിക്കായി മാറിയത്. എന്താണ് സോവറിൻ എന്ന വാക്കിന്റെ അർത്ഥം? പരമാധികാരം. സോവറിൻ പരമാധികാരം. റിപ്പബ്ലിക്കോ? The administrative head is an elected one. മേടിക്ക് പഠിച്ചു. The administrative head is an elected one. മേടിക്ക്, സമ്മതിച്ചു. അപ്പോൾ ഞാനും ഈ ക്ലാസ്സിലൊക്കെ പോയിരിക്കാറുണ്ടേ പഠിക്കാൻ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ സാറന്മാരൊക്കെ വരും. സാറന്മാരെ വന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എനിക്കറിയാമെന്ന് ഞാൻ അപ്പോഴേ വിളിച്ചെന്ന് പറയും.
ആ സാർ ഇതിന്റെ അകത്ത് തെറ്റാണെന്നോർത്ത് ഉത്തരം പറയാതിരുന്ന നമ്മൾ അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയുള്ളൂ. ഉത്തരം പറയാൻ പറ്റിയില്ലോ എന്നോർത്ത്. കറക്റ്റ്. കാരണം ഉത്തരം നമുക്കറിയായിരിക്കും. അതെ, അതുകൊണ്ടാണ് സാറ് ചോദിക്കുമ്പോ പൊട്ടത്തെറ്റാണേലും ഞാൻ പറയുന്നത്. യെസ്, നല്ല കാര്യം. അപ്പോൾ എന്നോട് സാറന്മാർ പറയുന്നത് എങ്ങനാ? ആ അയാൾ വന്നില്ലേ, ആ മൂലയ്ക്ക് ഇരിക്കുന്ന ആള് വന്നില്ല. ഓ, അയാളും കൊണ്ടുവന്നൊരു രസം ഉണ്ടായിരുന്നു. അതെന്തുവാ, ഇടയ്ക്കിടയ്ക്ക് ചില ശരി ഉത്തരം പറഞ്ഞാലും കൂടുതലും മണ്ടത്തരമാണ് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ക്ലാസ്സിന് ഒരു ഉഷാറും ശബ്ദവും ഓളവും ഒക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിള്ളേർ, കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ റേഡിയോ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യം നടക്കൂ? ഓ, ഓക്കെ. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? 155 അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ഹൂ വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ് ദി ടൈം ഓഫ് പ്രൊവിഷണൽ പാർലമെന്റ്? ഇന്ത്യക്ക് ഒരു പ്രൊവിഷണൽ പാർലമെന്റ് ഉണ്ടായ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ആരാണ് മക്കളെ? ജവഹർലാൽ നെഹ്റു. പുള്ളി പ്രൈം മിനിസ്റ്ററുടെ കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. മനസ്സിലായോ? ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം കിട്ടിയാലും ഞാൻ തന്നെ പ്രധാനമാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു. അടുത്തത്, ഡാഷ് ആർ നോട്ട് അബ്സല്യൂട്ട് റൈറ്റ് ബട്ട് ആർ ലിമിറ്റഡ് റൈറ്റ്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് റൈറ്റ് ബിക്കോസ് ദേ ഹാവ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. എന്തുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായി വരുന്ന എല്ലാം വിളിച്ചു പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അടുത്തത്, ഡാഷ് റൈറ്റ് ഈസ് നോൺ ആസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആൻഡ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് മക്കളെ? നമുക്ക് 7 ഫണ്ടമെന്റൽ ഫ്രീഡം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സ്വത്താർജിക്കാനും കൈവശം വെക്കാനും കൈമാറ്റം ചെയ്യാനും അധികാരമുണ്ടായിരുന്നു. അതിനെ എടുത്ത് എവിടെ കൊണ്ടുവച്ചു? 300A കൊണ്ടുവച്ചു. 300A. അതിനെ നമ്മൾ പറയും പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും. ആ പ്രോപ്പർട്ടി റൈറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ബട്ട് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. മനസ്സിലായോ? ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ ദ അക്യൂസ്ഡ് ഈസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. പക്ഷേ ക്രിമിനൽ കേസുകളിൽ ഫ്രീ ലീഗൽ എയ്ഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി മാത്രമല്ല, it is considered as the fundamental right of the accused. മനസ്സിലായോ? ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിൽ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ ഭാഗമാണ് എന്തോന്ന്? ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പോൾ നിങ്ങൾ ജുഡീഷ്യൽ ഓഫീസർ ആകുമ്പോൾ വക്കീലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഏമാനെ, വക്കീലിനെ വെക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ശരി, അകത്ത് കിടന്നു എന്നല്ല. സർക്കാരിൻ്റെ പാനലിൽ നിന്ന് ഒരു അഡ്വക്കറ്റിനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. മനസ്സിലായോ? ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദി അക്യൂസ്ഡ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. എവിടം വരെ 5 ഇഷ്ടംപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഇടം വരെ അഖിലേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണെന്ന്? 36 to 51.
36 to 51. Directive principle of state policy. Directive principle of state policy 36 to 51. ഇപ്പൊ കേൾക്കാമോ? സർ യെസ് സർ യെസ്. കേൾക്കാൻ പറ്റില്ല. കേൾക്കണില്ലേ? അഞ്ജുഷയ്ക്ക് കേൾക്കാമോ? സാറ് പറയുന്ന കേക്ക് ഞാൻ അങ്ങോട്ട് സാറിന് കേൾക്കുന്നില്ല. പക്ഷെ അഞ്ജുഷ മോള് പറയുന്നത് എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ കട്ട് പറയുന്നത് ചെയ്താണ് സാർ കേൾക്കുന്നേ. ചേച്ചി കട്ട് ചെയ്താണോ കേൾക്കുന്നേ? എന്തോ കുഴപ്പമുണ്ടല്ലോ. സർ യെസ് യെസ്. ക്യാൻ യു ഹിയർ മീ? പറയുന്നത് കേൾക്കാണ്ടോ? ആ, മോള് പറയുന്നത് കേൾക്കാം. അവിടെ കുട്ടി കരയുന്നതും കേൾക്കാം. ചേച്ചിയുടെ അവിടെ കുഞ്ഞാണല്ലേ? ആ ശരി, പോട്ടെ. ഞാൻ പറയണ കേൾക്കാമോ? സർ യെസ്. കേൾക്കാൻ പറ്റില്ല. സാർ എന്താ പറയുന്നത്? ക്യാൻ യു ഞാൻ ഹിയർ മീ? പറയുന്നത് കേൾക്കാണ്ടോ? നിങ്ങൾ പറയുന്നത് കേൾക്കാം. ഇത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഫോണിൽ കയറേണ്ടി വരും. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കട്ട് ചെയ്തിട്ട് കയറുമ്പോ കുഴപ്പമില്ല സാർ. ഞാനിപ്പോ കട്ട് ചെയ്തിട്ട് ആ ശരി. അപ്പോൾ നോക്കൂ, ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ ദി അക്യൂസ്ഡ് ഈസ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ബിക്കോസ് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ചെറുതാക്കി കളയത്. അടുത്തത്, ദ വോട്ടിംഗ് റൈറ്റ് ഈസ് നൗ ഗ്യാരണ്ടീഡ് ആസ് എ ലീഗൽ റൈറ്റ്. വോട്ടിംഗ് റൈറ്റ്, വോട്ട് ചെയ്യാനുള്ള അധികാരത്തിനെ നമ്മളിപ്പോൾ എന്ത് പറയുന്നു? ലീഗൽ റൈറ്റ് എന്ന് പറയുന്നു. നിയമപരമായ അധികാരമാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ കോടതിയിൽ പോവാം. അത് നമ്മൾ പറഞ്ഞല്ലോ. എന്താന്നാ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തുവാ? അതൊന്നും അല്ല, നമ്മൾ CPC പഠിച്ചപ്പോഴും ടോർട്ട് പഠിച്ചപ്പോഴും പഠിപ്പിച്ചു. എന്തുവാ? ഇൻജുറിയസ് ഇൻ ഡാമിനോ ഡാമിനം സിൻ ഇൻജൂറിയ. പഠിച്ചോ? കർത്താവേ, ഇതൊക്കെ ഞാൻ പരീക്ഷ എന്ന് പറഞ്ഞേണ്ടി വരുമോ? ഇഞ്ചുറി, ഇഞ്ചൂറിയ സിൻ ഡാമിനോ. ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ലീഗൽ ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഡാമിനം സിൻ ഇഞ്ചുറിയ, ഡാമേജ് ഉണ്ട്, ഇഞ്ചുറി ഇല്ല. ലീഗൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ കേസിന് പോകാം, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദ സോവറിനിറ്റി ഓഫ് ഇന്ത്യ ഈസ് ലൈസ് ഹൂം. ഇന്ത്യയിലെ പരമാധികാരം ആരുടെ കയ്യിലാണ് എന്ന്? ആരുടെ കയ്യിലാണ്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് നമ്മളുടെ പ്രിയാമ്പിളിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇന്ത്യവേ സോവറിൻ. പിന്നെന്തുവാ? സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. യെസ്. എന്തൊക്കെയാ? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. യെസ്. പിന്നെ അടുത്ത പറയൂ. ആ ശരി. അപ്പൊ അടുത്ത തവണ കാണാതെ പഠിച്ചോണ്ട് വരണട്ടാ. അദ്ദേഹം പോയല്ലോ, മലപ്പുറം പോയി. കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കയറാന്ന് വിചാരിച്ച് വന്നതായിരിക്കും അല്ലേ? യെസ്. അടുത്തത്, ഹൂ വാസ് ദ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ദ പ്രൊവിഷ്യൽ പാർലമെന്റ്? പ്രൊവിഷ്യൽ പാർലമെന്റ് ഉണ്ടായ സമയത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണോ? അല്ല. വെറുതെ ഒരാളെ
വെച്ചേക്കുന്നു എന്നേ ഉള്ളൂ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെ വേറൊരു പേര് അറിയപ്പെടും. എന്താണ്? ദി അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. യെസ്. അടുത്തത്. വിച്ച് ഓക്കുപേഷൻ വാസ് റെപ്രസെന്റഡ് മോർ ഇൻ പ്രൊവിഷണൽ പാർലമെന്റ്? പ്രൊവിഷണൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ജോലി ചെയ്തവരായിരുന്നു? ബുക്ക് ഓക്കുപേഷൻ വാസ് മോസ്റ്റ് റെപ്രസെന്റഡ് ബൈ ദ പ്രൊവിഷണൽ പാർലമെന്റ്. എന്ത് പണി ചെയ്തവരായിരുന്നു? ലോയേഴ്സ്. ഓൾ ലോയേഴ്സ് ആർ ലയേഴ്സ്. എല്ലാ വക്കീലന്മാരും കാണാം. യെസ്. കേൾക്കുന്നില്ലേ? അഞ്ജുഷയ്ക്ക് കേൾക്കാമോ? പിന്നെ ഇവിടെ എന്തോ പറ്റുന്നു? വാട്ട് ഹാപ്പൻഡ്? ചേച്ചിയുടെ നെറ്റ് തീർന്നിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെ ഉണ്ടാവും അല്ലേ? എങ്കിൽ പിന്നെ നാളെ ആവട്ടെ അല്ലേ? ചിലപ്പോ അതായിരിക്കും സാർ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കേൾക്കാലോ. അപ്പൊ പിന്നെ നാളെ ആവട്ടെ. നാളെ നമുക്ക് 156 മൂലം എടുക്കാം. എന്റെ സാർ. ശരി, ആയിക്കോട്ടെ, നമുക്ക് നിർത്താം. താങ്ക് യു സാർ. മോളൊരു മെസ്സേജ് ഇട്ടോ, നാളെ എടുക്കാന്ന് പറ കേട്ടോ.